ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെ മിനുസമുള്ളതാണ്. അത്രയും ക്ലിയർ ആണ് ആ മനസ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ച് അതിലേക്ക് പല രീതിയിലുള്ള ഈ ചെളി നമ്മൾ തെറിപ്പിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അറിവുകൾ, ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ ശരിയുമുണ്ടാകും തെറ്റുമുണ്ടാകും. തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ മനസ്സിൽ കയറി കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ലോകത്തെ കാണുവാൻ കഴിയൂ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഇനി വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് രൂപപ്പെടാറുണ്ട്. തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ളൊരു ബിലീഫ് സിസ്റ്റമാണ് അവിടെ സംഭവിക്കുന്നത്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് മറ്റൊന്നിനെ ആകർഷിക്കുവാനോ അട്രാക്റ്റ് ചെയ്യുവാനോ കഴിയുകയുള്ളൂ. അപ്പോൾ ഓരോ കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിന് തക്കതായിട്ടുള്ള എന്ത് ഇൻഫോർമേഷൻസ് ആണ്, എന്ത് ബിലീഫ് സിസ്റ്റമാണ് നിങ്ങളിലുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ പണം നിങ്ങൾ സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ പണം സമ്പാദിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് എന്ത് ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? പണം അധികം സമ്പാദിച്ചുകൂടാ എന്നൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? ധാരാളം വെൽത്ത് നമുക്ക് സമ്പാദിക്കാൻ കഴിയുമോ? എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുവാനുള്ള ഒരു ചുറ്റുപാടൊക്കെ വേണം, അതിനപ്പുറം ഒന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സമ്പന്നനാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പന്നനാകണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അതെന്തുകൊണ്ടാണ്? ചുറ്റുമുള്ള ആളുകളൊക്കെ കുറേ ആൾക്കാർ സമ്പന്നരായി കാണപ്പെടുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടുന്ന, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്യുന്നു, അത് നേടിയെടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും സമ്പത്ത് വേണം എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം എന്താണ്? അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ എന്താണ്? പണം അധികം സമ്പാദിച്ചുകൂടാ, അല്ലെങ്കിൽ പണം അധികം സമ്പാദിക്കുന്നത് തെറ്റാണ്, പണക്കാർ ഇനി സ്വർഗത്തിലോട്ട് പോകില്ല, അങ്ങനെ എന്തൊക്കെയോ പലതരത്തിലുള്ള ഇൻഫോർമേഷൻസും അതിന് തക്കതായിട്ടുള്ള വിശ്വാസവും, അല്ലേ? നമുക്കൊന്നും പണം സമ്പാദിക്കുവാൻ കഴിയില്ല, ഒരു വിശ്വാസമായിട്ട് പലരും അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓതി തന്നിട്ടുണ്ടാകും. എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ മാറ്റിയെടുക്കാതെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസത്തെ, പണം സമ്പാദിക്കുവാൻ ഞാൻ അർഹനാണ്, പണത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ പണത്തെ തേടുമ്പോൾ പണം എന്നെയും തേടിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് പണം ധാരാളമായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, ആ ഒഴുകിയെത്തുന്ന പണത്തെ എനിക്ക് അനുഭവിക്കുവാൻ ഞാൻ യോഗ്യതയുള്ള വ്യക്തിയാണ്, സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഞാൻ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും അത് അനുഭവിക്കാൻ ഞാൻ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയുമാണ് എന്ന് മനസ്സിനെ പുതുതായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് എന്തുണ്ടാകുന്നത്? പുതിയ തരത്തിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ. അതല്ലാതെ നമ്മൾ ചെളി തെറിപ്പിച്ച് ഇട്ടിരിക്കുന്ന ഒരു പ്രതലത്തിലേക്ക് ഇനി എത്ര വൈറ്റ് വാഷ് അടിച്ചു കഴിഞ്ഞാലും അത് ഇരുണ്ട് തന്നെ കിടക്കും, അല്ലേ? ഒരു വീടിന് മുഴുവൻ പായൽ പിടിച്ച് കിടക്കുകയാണ്. ആ പായലിന് മുകളിൽ നമ്മൾ എത്ര വൈറ്റ് വാഷ് അടിച്ചു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഉള്ളിൽ കിടക്കുന്ന ആ രൂപങ്ങളൊക്കെ, അല്ലേ, അല്ലെങ്കിൽ ആ കറുത്ത പാടുകൾ എല്ലാം നമുക്ക് പിന്നീട് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണുക തന്നെ ചെയ്യും. അതിന് മുകളിൽ എത്ര പെയിന്റ് അടിച്ചിട്ടും കാര്യമില്ല, അല്ലേ? എന്നാൽ അത് വൃത്തിയായി ക്ലീൻ ചെയ്ത പായൽ മുഴുവൻ കളഞ്ഞതിന് ശേഷം നമ്മൾ വൈറ്റ് വാഷ് അടിക്കാനും പെയിന്റ് അടിക്കാനും തയ്യാറായി കഴിഞ്ഞാലോ ആ വീട് വളരെ മനോഹരമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുവാൻ കഴിയും. ഇതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, പണത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കുള്ള വിശ്വാസം എന്ത്, നിങ്ങളുടെ ഉള്ളിൽ പണത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ത്, അത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ മെജോറിറ്റി നിങ്ങൾക്ക് അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പോലും കഴിയുന്നില്ല. ഒരു ഭാഗത്ത് നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഇൻഫോർമേഷൻസും ഈ വിശ്വാസങ്ങളും ഒക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ മറികടന്ന് എങ്ങനെ പോകുവാൻ കഴിയും? ഇങ്ങനെ ഒരു പിടി സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്, ഇത് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ പിന്നെ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? നമുക്ക് പണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? അത് സ്വാർത്ഥതയിൽ നിന്നുകൊണ്ട് എനിക്ക് അതൊക്കെ വേണം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ചുറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് സഹായിച്ചുകൂടെ? പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാമല്ലോ. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതം ഉയർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ചെളിക്കുണ്ടിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, ഒരു നേരത്തെ ആഹാരമാകട്ടെ, വസ്ത്രമാകട്ടെ, അല്ലെങ്കിൽ പാർപ്പിടമാകട്ടെ, അല്ലെങ്കിൽ മക്കളെ വിവാഹം കഴിപ്പിക്കുവാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് അങ്ങനെ ഒരു സഹായമാകട്ടെ, രോഗികളായിട്ടുള്ളവർക്ക് ഒരു ആശ്രയമായിട്ടാകട്ടെ, ആ വെൽത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നൊരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ
പിന്നെ പണം സമ്പാദിക്കുന്നത് നല്ലത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തില്ലേ. അങ്ങനെ ആ ഇൻഫോർമേഷൻസ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തെറ്റായ ഇൻഫോർമേഷൻസ്, ബിലീഫ് സിസ്റ്റം, ഇതൊക്കെ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയണം? ഒരു പുതിയ തലത്തിലേക്ക് കോറിയിടുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. എനിക്ക് ഇന്നതൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട്, സമൂഹത്തിന് നന്മ ചെയ്യുവാൻ, നല്ലത് ചെയ്യുവാൻ എനിക്ക് പണം വേണം. ആ പണം ഞാൻ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണം ഉപയോഗിച്ച് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ മനസ്സിനെ ആദ്യം ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ആകർഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ഇന്ന് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷന് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റം തെറ്റാണെങ്കിൽ അതിനെ ആദ്യം തിരുത്താനായിട്ട് ശ്രമിക്കുക. തിരുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ടേക്ക് യാത്ര തുടങ്ങാം. മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാവുക തന്നെ ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ആ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ക്ലിയർ ചെയ്തു തരുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.